എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം. അങ്ങനെ ഞങ്ങൾ ചെന്നൈ എയർപോർട്ടിൽ നിന്നും വെസ്റ്റ് ബംഗാളിലുള്ള ബാഗ്ഡോഗ്ര എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കൊച്ചിൻ എയർപോർട്ടിൽ നിന്നും ചെന്നൈ എയർപോർട്ടിലേക്കുള്ള യാത്രയുടെ കാര്യങ്ങളാണ് കാണിച്ചിരുന്നത്. ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് വയ്ക്കാം. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റുന്നതാണ്. ഈ ചെന്നൈ എയർപോർട്ടിൽ നിന്നും ഞങ്ങളുടെ ഫ്ലൈറ്റ് 12:50 അത് ഏകദേശം ഒരു 4 മണിയോട് കൂടി അവിടെ എത്തിച്ചേരുമെന്നാണ് പറഞ്ഞു കേട്ടത്. ഞങ്ങളുടെ ഇത്തവണത്തെ യാത്ര എറണാകുളത്തുള്ള ലെയ്മാൻസ് വെക്കേഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ കൂടെയായിരുന്നു. ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഏകദേശം ഒരു 14 പേരാണ് ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ ഈ ഭൂട്ടാൻ യാത്ര 8 ദിവസത്തെ പ്രോഗ്രാമാണ്. അത് ഞങ്ങൾ ആദ്യം പോകുന്നത് ഫുൻഷോളിംഗ് എന്ന് പറയുന്ന അവരുടെ ബോർഡറൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്കാണ്. ആദ്യം ബാഗ്ഡോഗ്ര എയർപോർട്ടിൽ ഇറങ്ങിയതിന് ശേഷം അവിടെ നിന്നും ടെമ്പോ ട്രാവലറിൽ ഞങ്ങൾ ബോർഡറായിട്ടുള്ള അവരുടെ ഫുൻഷോളിംഗ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ആദ്യം പോകുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഫ്ലൈറ്റ് സുരക്ഷിതമായിട്ടിപ്പോൾ ബാഗ്ഡോഗ്ര എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യുകയാണ്. പൈലറ്റ് നല്ല സ്പീഡിൽ ഫ്ലൈറ്റ് ഓടിച്ചു എന്നാണ് തോന്നുന്നത്. ഏകദേശം ഒരു അരമണിക്കൂർ മുൻപ് പറഞ്ഞതിൽ അരമണിക്കൂർ മുൻപ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നു. എല്ലാവരും അങ്ങനെ വിമാനത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ബാഗ്ഡോഗ്ര എയർപോർട്ട് എന്ന് പറയുന്ന ഒരു സൈനിക വിമാനത്താവളമാണ്. അതുകൊണ്ട് തന്നെ വളരെ ചെറിയൊരു എയർപോർട്ടാണിത്. നമ്മൾ സാധാരണ കാണുന്ന വലിയ എയർപോർട്ടുകളെ പോലെയുള്ള സൗകര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. വളരെ ചെറിയ അവരുടെ ഫ്ലൈറ്റൊക്കെ വരാൻ പറ്റിയ സൗകര്യമുള്ള എയർപോർട്ടാണ്. അങ്ങനെ എല്ലാവരും ബാഗേജിന് വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ ബാഗേജ് എല്ലാം കിട്ടി ഞങ്ങളിപ്പോൾ അത് പുറത്തേക്ക് ഇറങ്ങി. എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ ഇവിടെ ടാക്സിക്കാരുടെ ഒരു ബഹളമാണ് കേട്ടോ. അത് നിങ്ങൾ നോക്കിക്കുക. അതിൻ്റെ വീഡിയോ ഞാനൊന്ന് പകർത്തിയതാണ്. ഞങ്ങളുടെ ഒരു പാക്കേജ് ടൂർ ആയതുകൊണ്ട് തന്നെ ഓൾറെഡി ഞങ്ങളുടെ ടെമ്പോ ട്രാവലറൊക്കെ ബുക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ട്രാവലർ ഇപ്പോൾ ഇവിടെ വരും. അപ്പോൾ ഞങ്ങൾ ട്രാവലറിൻ്റെ അവിടേക്ക് ഇനി ഇവിടെ നിന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് നടക്കാനുണ്ട്. അപ്പോൾ എല്ലാവരും സെറ്റായതിനു ശേഷം ഇവിടെ നിന്ന് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അങ്ങനെ എല്ലാവരും വന്നു. ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും അങ്ങോട്ട് ആ ട്രാവലറിൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരം അങ്ങോട്ട് നടക്കാനുണ്ട്. അധികം വഴിയില്ല, എന്നാലും ഒരു 5 മിനിറ്റ് അങ്ങോട്ട് നടക്കാനുണ്ടായിരുന്നു. ഈ കാണുന്ന ട്രാവലറിലാണ് ഞങ്ങളിനി ഭൂട്ടാൻ്റെ ആ ബോർഡറായിട്ടുള്ള ഫുൻഷോളിങ്ങിലേക്ക് പോകുന്നത്. ഈ ബാഗ്ഡോഗ്ര എയർപോർട്ടിൽ നിന്നും ഏകദേശം ഒരു 5-5.5 മണിക്കൂറിൻ്റെ യാത്ര ഈ ഫുൻഷോളിംഗ് എന്ന് പറയുന്ന അവരുടെ ആ ചെക്ക് പോസ്റ്റിലേക്കുണ്ട്. അപ്പോൾ അത്യാവശ്യം വഴി നമുക്ക് ഇരിക്കേണ്ട ഒരു യാത്രയാണിത്. അങ്ങനെ നമ്മൾ വെസ്റ്റ് ബംഗാളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെസ്റ്റ് ബംഗാളിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ വണ്ടിയിലിരുന്ന് പകർത്തിയതാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ട ഒരു നദിയാണിത്. അപ്പോൾ അധികം വെള്ളമൊന്നുമില്ല. ഏകദേശം കാൽഭാഗം വെള്ളമുള്ള, ബാക്കി എല്ലാ ഭാഗവും വറ്റി വരണ്ട് പുല്ലൊക്കെ പിടിച്ച് കിടക്കുകയാണ്. ഈ വെസ്റ്റ് ബംഗാളിൽ വലിയ വികസനമൊന്നും കാണാൻ പറ്റുന്നില്ല. നമ്മുടെ നാട്ടിലേക്ക് ഒരുപാട് വെസ്റ്റ് ബംഗാളിൽ നിന്നൊക്കെ ജോലിക്കാർ വരാറുണ്ടല്ലോ. അങ്ങനെ എയർപോർട്ടിൽ നിന്ന് ഏകദേശം ഒരു 1-1.5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയതാണ്. അപ്പോൾ എല്ലാവർക്കും യാത്രയുടെ ക്ഷീണമൊക്കെ ഒന്ന് അകറ്റാം, അതുമാതിരി വിശപ്പ് മാറ്റാം എന്നുള്ള പ്ലാനിൽ അതാ ഈ ഹോട്ടലിലേക്ക് കയറി. ഇവിടുത്തെ ഹോട്ടലിലെ മെനു കാർഡ് കണ്ട് ഞങ്ങളുടെ ബോധം പോയിട്ടാണ്. അത്രയും റേറ്റാണ് ഇവിടുത്തെ ഓരോ ഐറ്റംസുകൾക്കും. ഓരോ ഐറ്റംസിൻ്റെ റേറ്റ് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാം. കണ്ടില്ലേ, 2500, 1500, 1000, 1000, 2000 അങ്ങനെ പലതരത്തിലാണ് ഇവിടുത്തെ റേറ്റുകൾ. അത് ഓരോ ഐറ്റംസുകളുടെ റേറ്റുകളാണ്. ഞങ്ങളിവിടെ നിന്നും ഒരു ബിരിയാണിയാണ് കഴിച്ചത്. അപ്പോൾ അത് ഫുള്ള് ഒരു ബിരിയാണി മേടിക്കുകയാണെങ്കിൽ നമുക്കത് 2 ആൾക്ക് കഴിക്കാം. അങ്ങനെ ഒരു ബിരിയാണി വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി അത് ഷെയർ ചെയ്തു. ഇത് ഞങ്ങളുടെ ഗ്രൂപ്പിലെ ജയപ്രകാശൻ സാറാണ്. അദ്ദേഹത്തിൻ്റെ വൈഫായിട്ടുള്ള ശശികല ടീച്ചറും ഒപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഭൂട്ടാനിലെ ഫുൻഷോലിംഗ് ചെക്ക് പോസ്റ്റിലേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ ആ ചെക്ക് പോസ്റ്റിലേക്ക് എല്ലാവരും ഒരു മാർക്കറ്റിലൂടെ നടന്നിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം യാത്ര ചെയ്തിട്ടുള്ള എല്ലാവരും ക്ഷീണം മുഖത്ത് കാണാനുണ്ട്. അത്രയും യാത്രയുണ്ടായിരുന്നു. 5 മണിക്കൂർ 5.5 മണിക്കൂറിൻ്റെ യാത്രയായിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട്. ഈ ഭൂട്ടാൻ ചെക്ക് പോസ്റ്റിൽ നമ്മുടെ പാസ്പോർട്ടോ അല്ലെങ്കിൽ നമ്മുടെ ID കാർഡ് ഏതെങ്കിലും നമുക്ക് കാണിച്ചാൽ മതി. അപ്പോൾ അത് കാണിച്ചുകൊണ്ട് നമുക്ക് അവിടെ നിന്നൊരു പെർമിറ്റ് കിട്ടും. അത് മുൻകൂട്ടി നമുക്ക് വേണമെങ്കിൽ എടുത്തു വയ്ക്കാം, അല്ലെങ്കിൽ ഇവിടെ വന്നുകൊണ്ട് തന്നെ അത് എടുക്കുകയും ചെയ്യാം. ഈ ചെക്ക് പോസ്റ്റിൻ്റെ ചുമരുകളിലൊക്കെ അവരുടെ ഭൂട്ടാനീസിൻ്റെ കുറേ ഫോട്ടോകളൊക്കെ വെച്ചിട്ടുണ്ട്. ഭൂട്ടാൻ രാജാവിൻ്റെ ഫോട്ടോ ഉണ്ട്, അവരുടെ മറ്റുള്ള കലാരൂപങ്ങളുടെയും അവിടുത്തെ സ്ഥലങ്ങളുടെയൊക്കെ ഫോട്ടോസ് ഒരുപാട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ ഈ ചെക്ക് പോസ്റ്റിൽ അധികം നേരമൊന്നും ആവശ്യം വന്നില്ല. നമ്മളൊരു അരമണിക്കൂറിൻ്റെ സമയം കൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയിട്ട്
പിന്നെ ഇന്ന് ഫുൺഷോളിങ്ങിലെ ഒരു ഹോട്ടലിൽ തന്നെയാണ് ഞങ്ങളുടെ സ്റ്റേ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ രാവിലെയാണ് ഇവിടെ നിന്ന് ഇനി ഭൂട്ടാൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടി അടുത്ത യാത്ര പുറപ്പെടുകയുള്ളൂ. നമ്മൾ ഈ ചെക്ക് പോസ്റ്റിൻ്റെ പുറമെ വളരെ തിരക്ക് പിടിച്ചൊരു കാഴ്ചകളാണ് കണ്ടിരുന്നതെങ്കിൽ ഇപ്പുറത്ത് കടന്ന സമയത്ത് വളരെ നീറ്റ് ആൻഡ് ക്ലീനുമാണ്, വളരെ ബഹളമൊന്നും ഇല്ലാത്തൊരു കാഴ്ചയാണ് ഇവിടെ കാണാൻ പറ്റിയത്. ഇവിടുത്തെ ഓരോ ഷോപ്പുകളിലും മദ്യം വിൽക്കുന്ന ഷോപ്പല്ലാതെ തന്നെയുള്ള ഷോപ്പുകളിലും മദ്യം വിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലെമാതിരിയുള്ള ടാക്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അധികം റേറ്റില്ലാതെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാൻ പറ്റും. നമ്മുടെ നാട്ടിൽ ടാക്സ് ഉള്ളത് കൊണ്ടാണ് റേറ്റ് കൂടുതൽ, ഭൂട്ടാനിൽ ടാക്സ് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇത്ര റേറ്റ് കുറവിന് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്നത്. ഞങ്ങളിവിടുത്തെ ഈ കാണുന്ന ഹോട്ടലിലാണ് ഇന്ന് രാത്രി സ്റ്റേ ഉള്ളത്. അത് കഴിഞ്ഞ് നാളെ രാവിലെയാണ് ഇവിടെ നിന്ന് പോവുകയുള്ളൂ. ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻസൊക്കെ ഇട്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ഇനിയും നല്ല വീഡിയോകൾ ചെയ്യാനും മുന്നോട്ട് പോകാനൊക്കെ പറ്റുകയുള്ളൂ. ഭൂട്ടാൻ്റെ ഇനിയും മനോഹരമായ കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.